बाहर निकला। ഇതൊരു പുതിയ നിയമ വിശ്വാസിയുടെ നിഴലാണ് അബ്രഹാം എന്ന് പറയുന്നത്. और क्या है कि एक नए नियम के अनुसार एक विश्वास की एक परछाई है अब्राहम। ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളും ഇതുപോലെ ഒരു യാത്ര, ഒരു വിശ്വാസത്തിന്റെ യാത്ര അവൻ തുടങ്ങിയവരാണ്, സ്റ്റെപ്പ് എടുത്തു വെച്ചവരാണ് ഞാനും നിങ്ങളും. हम लोग भी, आप और हम भी एक ऐसे एक विश्वास के द्वारा हमने कदम उठाकर क्या है कि परमेश्वर की आगे हमने क्या है कि यात्रा करने के लिए निकले हैं विश्वास में. നമ്മളും ആമേൻ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട്, ജാതീയ പശ്ചാത്തലങ്ങൾ വിട്ടിട്ട്, പാരമ്പര്യം വിട്ടിട്ട് വിശ്വാസ അനുഭവത്തിൽ ഇറങ്ങി തിരിച്ചവരാണ് ഞാനും നിങ്ങളും. हम लोग भी क्या है कि विश्वास से क्या है कि अपने माता पिता के घरों को, अपने कुलों को, सबको हमने भुलाकर क्या है कि वो क्या है कि सनातन काल से आई हुई आचरण सब कुछ हटाकर हमने क्या है कि विश्वास में परमेश्वर के लिए निकले. ആമേൻ. ദൈവം അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തത് കനാൻ ദേശമാണ്. परमेश्वर ने अब्राहम से ये क्या है कि वायदा किया कनान देश है. നമ്മളും വിശ്വാസത്താൽ വാഗ്ദത്ത കനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. और हम भी क्या है कि विश्वास से वो वायदा का कनान जो है कि परमेश्वर ने हमारे लिए ठहरा, उसके लिए हम लोग यात्रा की. അവൻ അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ തടസ്സമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ അതൊക്കെ തള്ളി അബ്രഹാം ദൈവം തന്റെ മുമ്പിൽ വെച്ച വാഗ്ദത്ത കനാനിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. और क्या है कि कई दफा की क्या है मतलब कि तकलीफें उठी जब वो आगे अपने वायदे के देश की ओर बढ़ रहा था जब अब्राहम, उसी तरह से हमारे मतलब लेकिन क्या है कि वो अंत में वो कनान उसने जरूर देखा जरूर. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ വിശ്വാസത്താൽ യാത്ര ഇറങ്ങി തിരിച്ചവരാണ്. അവൻ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. പക്ഷേ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം മാറിപ്പോകരുത്. വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്.